നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അബേഷ്. പ്രധാന വാർത്തകൾ. രോഗം പിടിപെട്ടാൽ മരുന്ന് വേണം. എന്നാൽ ഇനി മരുന്ന് വേണമെങ്കിൽ വീടിന്റെ ആധാരം പണയം വെക്കേണ്ടി വരും. പ്രക്ഷോഭവുമായി ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. നാടിന്റെ ചുണക്കുട്ടികൾക്ക് ആദരം. കേരളത്തിനു വേണ്ടി ഡ്രാഗൺ ബോട്ട് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയവർക്ക് നാട് സ്വീകരണം നൽകി. കല്ലിലും മരത്തിലും ജീവന്റെ തുടിപ്പു തീർക്കുന്ന രാജശില്പിക്ക് ഇത് കാലം നൽകിയ സ്വപ്ന സാക്ഷാത്കാരം. ചാവറയച്ചന്റെ പൂർണ്ണകായ പ്രതിമ നാളെ ലോകത്തിന് സമർപ്പിക്കും. വാർത്തകൾ വിശദമായി. ഔഷധ വില നിയന്ത്രണ അധികാരം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘടിപ്പിച്ചിരിക്കുന്ന ഔഷധ അവകാശ സംരക്ഷണ ജാഥയ്ക്ക് ആലപ്പുഴയിൽ സ്വീകരണം നൽകി. നഗരചത്വരത്തിൽ നടന്ന സ്വീകരണ സമ്മേളനം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ NK ശശിധരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ അനുവർത്തിച്ചുകൊണ്ടിരുന്ന പേറ്റന്റ് സംവിധാനവും അതുപോലെ തന്നെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്ന മരുന്നുൽപാദന രംഗത്തെ ഇടപെടലും ഒക്കെ ചേർന്നാണ് ഇത് സാധ്യമാകുന്നത്. അപ്പൊ ഇന്ത്യയിൽ വരുന്ന ഈ നയപരമായ മാറ്റം യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജനങ്ങളെ മാത്രമല്ല, ഇന്ത്യയെ ആശ്രയിച്ച് നേരത്തെ പറഞ്ഞ 45% വരുന്ന മരുന്നുകൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന മൂന്നാമത്തെ രാജ്യത്തെ ജനങ്ങളെ അതിഗുരുതരമായി ബാധിക്കുന്ന ഒരു തീരുമാനമായി ഇത് പറയുകയാണ്. അപ്പൊ അത് ഇന്ത്യയിൽ മാത്രം ഒരു ആഭ്യന്തര പ്രശ്നം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇന്ത്യയെ ആശ്രയിക്കുന്ന പല കാര്യങ്ങളിലും ആശ്രയിക്കുന്ന, പ്രത്യേകിച്ച് മരുന്നിന്റെ കാര്യത്തിൽ ആശ്രയിക്കുന്ന മൂന്നാമത്തെ രാജ്യത്തിലെ ജനങ്ങളുടെ അവർക്ക് വില കുറഞ്ഞ ഔഷധം കിട്ടാനുള്ള അവകാശത്തെ നിഷേധിക്കുന്ന തീരുമാനമായി ഇത് മാറുകയാണ്. ജാഥ ക്യാപ്റ്റൻ ഡോക്ടർ രാധാകൃഷ്ണൻ, KMSRA സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഹനീഫ്, KV വിജയൻ എന്നിവർ സംസാരിച്ചു. ഈ മാസം 17-ന് തൊടുപുഴയിൽ നിന്നും ആരംഭിച്ച ജാഥ ഞായറാഴ്ച തിരുവനന്തപുരത്ത് സമാപിക്കും. ഹിമാചൽ പ്രദേശിലെ ബിലാസ്പൂരിൽ നടന്ന നാഷണൽ ഡ്രാഗൺ ബോട്ട് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിനു വേണ്ടി സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ കിടങ്ങറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ സ്കൂൾ PTA അംഗങ്ങളും നാട്ടുകാരും ചേർന്ന് സ്വീകരണം നൽകി. സ്വർണ്ണ മെഡൽ ജേതാക്കളായ ബിറ്റു എബ്രഹാം, സ്റ്റീഫൻ ഡായി, സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ ബാസ്കറ്റ്ബോളിൽ ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി കളിച്ച മാത്യു ജോസഫ് എന്നീ വിദ്യാർത്ഥികൾക്കാണ് കിടങ്ങറയിൽ സ്വീകരണം നൽകിയത്. സ്കൂളിൽ നിന്നും വിജയാഹ്ലാദ റാലിയോടെയാണ് വിദ്യാർത്ഥികൾ സ്വീകരണ സ്ഥലത്തേക്ക് എത്തിയത്. കിടങ്ങറ ജംഗ്ഷന് സമീപം നടന്ന സ്വീകരണ യോഗം വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PC മോനിച്ചൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടനാട്ടിലെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു കായിക ഇനമാണ് വള്ളം കളി എന്ന് പറയുന്നത്. അതുപോലെ മറ്റു വിദ്യാർത്ഥികളും ഈ സ്കൂളിന്റെ അഭിമാനമായി തീർന്നിരിക്കുകയാണ്. നമുക്കറിയാം, സായി എന്ന് പറയുന്ന ബോട്ട് റേസിലാണ് ഇവരെ പരിശീലനം നേരിട്ടുള്ളത്. അത്തരം ചെറിയൊരു പരിശീലനം നേടിയെടുത്തു നിന്നും ഇവർക്ക് ഇത്രയും മികച്ച രീതിയിലുള്ള ഒരു പുരസ്കാരം ലഭിക്കുവാൻ കഴിയുമെങ്കിൽ നമുക്കറിയാം, ഇവരെ മറ്റു പല രീതികളിലും പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ഇവരെ കേരളത്തിന്റെ വലിയൊരു താരങ്ങളായി മാറുവാൻ കഴിയും. വെളിയനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV മനോജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CV രാജീവ്, ഗ്രേസി സക്കറിയാസ്, D പ്രസന്നകുമാർ, ബിനു എബ്രഹാം എന്നിവർ സംസാരിച്ചു. അധ്യാപകരും സഹപാഠികളും നൽകിയ പ്രോത്സാഹനമാണ് തങ്ങളുടെ വിജയത്തിന് പിന്നിലെന്ന് സ്വർണ്ണ മെഡൽ ജേതാക്കൾ പറഞ്ഞു. വളരെയധികം സന്തോഷം തോന്നുന്നു. ആദ്യമായിട്ട് ദൈവത്തിന് തന്നെ ഇങ്ങനെ ഒരു വലിയ നേട്ടം തന്നതിന് നന്ദി പറയുന്നു. വളരെ സന്തോഷമാണ്. എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. ഇത്രയും ലീവ് ഞങ്ങൾക്ക് തന്നു ടീച്ചർമാർ, പിന്നെ കൂട്ടുകാർ ഞങ്ങൾക്ക് നോട്ട്സ് ഒക്കെ എഴുതി തന്നു. എല്ലാവർക്കും നന്ദി. KCV ന്യൂസ്, കിടങ്ങറ. കുട്ടനാട്ടിലെ രാജശില്പിയുടെ കരവിരുതിൽ തുടിക്കുന്നത് ജീവസുറ്റ ചാവറയച്ചന്റെ പൂർണ്ണകായ പ്രതിമ. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെ ജന്മഗൃഹം തേടിയെത്തുന്നവർക്ക് ദർശന പുണ്യം നൽകുന്ന ശില്പം നിർമ്മിച്ചത് പ്രശസ്ത ശില്പി ബിജോയ് ശങ്കർ പുത്തൻകളമാണ്. ഈ മാസം 23-ാം തീയതി റോമിലെ മാർപ്പാപ്പ
ചാവറ ഏലിയാസ് അച്ഛനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ ജന്മഗൃഹത്തിന് സമീപം ഗോവേന്ദ പള്ളി അങ്കണത്തിലാണ് ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. കൈനകരിയിലെ പമ്പാ നദിക്കരയിൽ ചാവറ അച്ഛന്റെ ജന്മഗൃഹത്തിലേക്ക് പോകാൻ ബോട്ടിറങ്ങുന്ന ജെട്ടിക്ക് സമീപമുള്ള പള്ളിയിലാണ് ബിജോയ് ശില്പം ഒരുക്കിയത്. കൈനകരി ആശ്രമം സുപ്പീരിയറായ ഫാദർ ജോസഫ് അയ്യങ്കരിയുടെ ദീർഘകാല അഭിലാഷമായിരുന്നു ഈ പള്ളിക്ക് മുമ്പിൽ ചാവറ അച്ഛന്റെ പൂർണ്ണകായ പ്രതിമ എന്നത്. ശില്പി ബിജോയ് ശങ്കറുമായുള്ള അടുത്ത സൌഹൃദം സൂക്ഷിച്ചിരുന്ന ഫാദർ ജോസഫ് ഈ ആഗ്രഹം അദ്ദേഹവുമായി പങ്കുവയ്ക്കുകയും തുടർന്ന് ശില്പം യാഥാർത്ഥ്യമാവുകയുമായിരുന്നു. ഞാൻ ഈ വർഷം മെയ് 30 ഇവിടെ വരുന്നത്. വന്നു കഴിഞ്ഞപ്പോൾ എന്റെ ആദ്യത്തെ ആഗ്രഹം, ഞാൻ സുപ്പീരിയറാണ്, ഇവിടുത്തെ സുപ്പീരിയറായിട്ടാണ് വരുന്നത്. എന്റെ ആദ്യത്തെ ആഗ്രഹം ഇവിടെ ഒരു ചാവറച്ചന്റെ പേര് ഒരു ഗ്രോട്ട് ഉണ്ടാകണമെന്നുള്ളതായിരുന്നു. അന്ന് ശരിക്കും പറഞ്ഞാൽ ചാവറച്ചൻ ഉടനെ വിശുദ്ധനാവുന്നൊരു പ്രതീക്ഷ നമുക്ക് ഇല്ലായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പേരിലൊരു ഗ്രോട്ടം ഉണ്ടാകണം എന്നാഗ്രഹിച്ചു. പക്ഷെ ഞാൻ ഇതിനു മുമ്പ് ഞങ്ങളുടെ തിരുവല്ലം ക്രൈസ്റ്റ് സ്കൂളിന്റെ മാനേജരായിരുന്നു. അന്ന് ഞങ്ങളുടെ കിൻഡർ ഗാർഡന്റെ ശില്പിയായിട്ട് ബിജോയ് ഉണ്ടായിരുന്നു. ബിജോയെ കൊണ്ട് ഒരു ശില്പം ഉണ്ടാക്കിക്കണമെന്ന് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു. ഇവിടെ നമുക്ക് പ്രവർത്തിയാക്കാനായിട്ട് സാധിച്ചു. ബിജോയ്ക്ക് എനിക്ക് വേണ്ടി ഒരു ശില്പം ഉണ്ടാക്കി ബിജോയ് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ എല്ലാ രീതിയിലും ഞങ്ങൾക്ക് അത് നല്ലൊരു നിമിത്തമായിട്ട് ഞാൻ കരുതുകയാണ്. നല്ലൊരു നിമിത്തമായിട്ട്, നല്ലൊരു കറക്റ്റ്, അത് വലിയൊരു ദൈവാനുഗ്രഹമായിട്ടും ചാവറച്ചന്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. ചാവറ അച്ഛനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുവാൻ 25 നാളുകൾ മാത്രം അവശേഷിക്കുകയാണ് ബിജോയും കൂട്ടുകാരും ഈ ശില്പനിർമ്മാണം ഏറ്റെടുക്കുന്നത്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാത്ത ദിവസം നിന്റെ ആയുസ്സിന്റെ പുസ്തകത്തിൽ ചേർക്കപ്പെടില്ല എന്ന് പഠിപ്പിച്ച ചാവറ അച്ഛന്റെ ദർശനങ്ങളും നിലപാടുമൊക്കെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ബിജോയി 21 ദിവസം കൊണ്ട് തന്നെ ശില്പവും അനുബന്ധ പണികളും തീർത്തു. ഇനി അവശേഷിക്കുന്നത് മിനുക്ക് പണികൾ മാത്രമാണ്. ചാവറ അച്ഛനെ ലോകം വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ ശില്പം നിർമ്മിക്കുവാൻ സാധിച്ചത് അപൂർവ ഭാഗ്യമായാണ് ഈ യുവശില്പി കരുതുന്നത്. ഇത് ആദ്യം ഗ്രോട്ടോ ആയിട്ട് പണിയാനല്ലായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് അച്ഛൻ. അത് ഒരു റിലീഫായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ ഇവിടെ ഈ കുട്ടനാടിന്റെ പശ്ചാത്തലത്തിൽ ചാവറച്ചന്റെ സ്റ്റാച്യു തന്നെ വെക്കണമെന്ന് ഞാനും എൻ്റെ സുഹൃത്തായ അച്ഛൻ്റെ അനിയനായ സജിയുടെ നിർബന്ധപ്രകാരമാണ് ഇവിടെ ഈ ഗ്രോട്ടോ വേണമെന്ന് പറഞ്ഞത്. ഇതിപ്പോൾ 21 ദിവസമായി. 21 ദിവസം കൊണ്ട് ഗ്രോട്ടോ ഈ പരുവായി. ബൈബിളുമായി എല്ലാവരെയും ആശീർവദിച്ച സുസ്മേരവദനായി ആമ്പലിന്റെ തണലിൽ 5.5 ഇഞ്ച് ഉയരമുള്ള ശില്പമാണ് ഇവിടെ ഉള്ളത്. 16 അടി ഉയരത്തിൽ വിടർന്നു നിൽക്കുന്ന ആമ്പലിന് താഴെയുള്ള ശില്പം കായൽ സഞ്ചാരികൾക്കും ചാവറ അച്ഛന്റെ ഭവനം തേടിയെത്തുന്നവർക്കും വിനോദസഞ്ചാരികൾക്കുമെല്ലാം ഒരുപോലെ കൌതുകമാവുകയാണ്. ഒരു കാഴ്ചയിൽ കാലഘട്ടത്തെ 200 വർഷം പിന്നിലേക്ക് കൊണ്ടുപോവുകയാണ് അച്ഛന്റെ പ്രതിമ. ഒരു സമൂഹത്തിന്റെ മേൽഗതിയിലേക്കുള്ള പടവുകൾ താണ്ടുന്നതിൽ ആ സമൂഹത്തിന് പ്രചോദനവും പിൻബലവുമായിരുന്ന ഒരു യുഗസൃഷ്ടാവിന്റെ ജീവൻ തുടിക്കുന്ന ശില്പം. ശില്പത്തിന് പശ്ചാത്തലമൊരുക്കി പ്രകൃതി ദൃശ്യം ഒരുക്കിയിരിക്കുന്നത് വിമൽ റോയ് ആലപ്പുഴയാണ്. ശില്പനിർമ്മാണത്തിൽ ബിജോയ്ക്കൊപ്പം കാഞ്ഞിരപ്പള്ളിക്കാരായ അനീഷും സന്തോഷും ഒപ്പമുണ്ട്. പ്രത്യേകിച്ച് കുട്ടനാടായതുകൊണ്ട് ചാവറച്ചന്റെ ജന്മഗൃഹം കുട്ടനാടായാലും മറ്റുള്ള ഒരുപാട് ഓഡിയൻസും മറ്റുള്ള വിദേശികളും ഒക്കെ വരുന്നതാണ്. കുട്ടനാടിന്റെ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് കുട്ടനാട്ടിൽ കിടക്കുന്നവർക്ക് കുട്ടനാടിന്റെ പശ്ചാത്തലത്തിൽ തന്നെ വീണ്ടും അതൊരു ചിത്രീകരണമാകുമ്പം കാഴ്ചയിലൊരു ആവർത്തനം ഉണ്ടാകും. അത് മാറാൻ വേണ്ടി വേറെ ഒരു പശ്ചാത്തലം, ഭംഗിക്ക് വേണ്ടി വേറൊരു പശ്ചാത്തലം ഒരുക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ആമ്പലിന്റെ തണലിൽ തന്റെ എത്രയും പ്രിയപ്പെട്ട വേദഗ്രന്ഥം ഹൃദയത്തോട് ചേർത്ത് പമ്പയാറിന്റെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ചാവറ അച്ഛന്റെ പ്രതിമ. സഹൃദയനിലും പ്രേക്ഷകനിലും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ് ഈ കാഴ്ച ഉളവാക്കുന്നത്. ക്യാമറാമാൻ മഡോണ വർഗീസിനൊപ്പം ഹരീഷ് കൃഷ്ണൻ, KCV വാർത്തകൾ. കുടിവെള്ളവും നടപടിയുമില്ലാതെ കാവാലം നാരായണക്കല്ല് നിവാസികൾ തങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ചുപോയ രാഷ്ട്രീയക്കാർ വഞ്ചിക്കുകയായിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു. കുടിവെള്ളവും നടവഴിയുമെന്ന കാവാലം നാരായണക്കല്ല് നിവാസികളുടെ ആവശ്യം ഇന്നും പേപ്പറുകളിൽ ഒതുങ്ങുന്നു. സമീപത്ത് കൂടി ഒഴുകുന്ന പുത്തൻതോട്ടിലെ കലങ്ങി ദുർഗന്ധം വമിക്കുന്ന വെള്ളമാണ് ഇവിടുത്തുകാർ കുടിക്കാനും കുളിക്കാനും ഉപയോഗിക്കുന്നത്. നന്നേ ഒഴുക്കു കുറഞ്ഞ തോട്ടിലേക്ക് കാട്ടടി പാടശേഖരത്തെ പോള കൂടി എത്തിയപ്പോൾ നാട്ടുകാർക്ക് ഇരട്ടി ദുരിതമായി. തോട്ടിലെ വെള്ളത്തിൽ കുളിക്കുന്നതിനാൽ ചൊറിച്ചിലും മറ്റ് ത്വക്ക് രോഗങ്ങളും പടർന്നു പിടിക്കുകയാണെന്ന് വീട്ടമ്മമാർ പറഞ്ഞു. കാവാലം പഞ്ചായത്ത് 7-ാം വാർഡിൽ നാരായണക്കല്ല് എട്ടിടിക്കൽ താമസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഈ വെള്ളത്തിലാണ് ഭക്ഷണം പാകം ചെയ്യുന്നതും കുടിക്കുന്നതും കുളിക്കുന്നതും ഒക്കെ ഇത് വെള്ളമാണ്. അന്നേരം കുറച്ച് ദിവസമായിട്ട് കാട്ടടി പാടത്തു നിന്നുള്ള പോള തള്ളി പുറത്തോട്ടിറക്കിയപ്പോൾ ഞങ്ങൾക്ക് വെള്ളം മോശമായി. അന്നേരം ഞങ്ങൾ അവിടെ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടു. അവരോട് പരാതി പറഞ്ഞിട്ട് അവർ 2 ദിവസം കൂടെ തള്ളുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അന്നേരം ഇന്ന് വിളിപ്പിച്ചിട്ടുണ്ട്. ഈ വെള്ളമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഞങ്ങൾക്ക് പൈപ്പോ വെള്ളമോ ഒന്നും തന്നെ ഇല്ല. ഞങ്ങൾക്കൊരു യാത്രാ സൗകര്യമില്ല, ഒരു റോഡില്ല, നല്ലൊരു വഴിയില്ല, നല്ല വെള്ളവും കിട്ടാനൊരു മാർഗവുമില്ല ഞങ്ങൾക്ക്.
വെള്ളം കിട്ടണമെങ്കിൽ വിലയ്ക്ക് വാങ്ങിക്കണമെങ്കിലും പഞ്ചായത്ത് വള്ളം പിടിച്ച് ഞങ്ങൾ പോകണം. ഞങ്ങൾക്ക് യാതൊരുവിധ സൗകര്യം ഇല്ലാത്ത ആൾക്കാരകത്ത് വേസ്റ്റ് സാധനങ്ങൾ വരുന്നത് കെട്ടിട്ട് ഒഴുകി വരുന്നുണ്ട്. ഒറ്റച്ചാക്ക് സാധനങ്ങളുണ്ട് കെട്ടി കൊണ്ടുവരുന്നത്. അത് ഈ വെള്ളം ഈ കൊച്ചു കുഞ്ഞുങ്ങളെ കുളിക്കുന്നതും എല്ലാം ഈ വെള്ളം ഭയങ്കര മോശമായ വെള്ളം ഈ പോള തള്ളിക്കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ ഇത്ര ഇതായത്. പോള പൊതുജലാശയത്തിലേക്ക് വിടരുതെന്ന് പാടശേഖര സമിതിയോട് ആവശ്യപ്പെട്ടപ്പോൾ ഭീഷണിപ്പെടുത്തുകയാണെന്നും ഇവർ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായും വാർഡ് മെമ്പർമാരായും പലരും വിജയിച്ചു പോയിട്ടുണ്ടെങ്കിലും ഈ പ്രദേശത്തേക്ക് വികസനം എത്തിനോക്കിയിട്ടില്ല. സ്കൂളിലേക്ക് വിദ്യാർത്ഥികളെ വിടുന്നതും തിരികെ കൊണ്ടുവരുന്നതും വള്ളങ്ങളെ ആശ്രയിച്ചാണ്. നടവഴി ഉണ്ടെങ്കിലും ഇഴജന്തുക്കളുടെ ശല്യം രൂക്ഷമായതിനാൽ ഇതുവഴി നാട്ടുകാർ സഞ്ചരിക്കാറ് പോലുമില്ല. കുടിവെള്ളം എത്തിക്കുന്നതിനും നടവഴി നിർമ്മിക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കുട്ടനാട് തഹസിൽദാർക്കും പഞ്ചായത്ത് അധികൃതർക്കും പ്രദേശവാസികൾ പരാതി നൽകി. അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ താലൂക്ക് ഓഫീസ് ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ ഉപരോധിക്കാനാണ് ഇവരുടെ തീരുമാനം. KCB ന്യൂസ്, കാവാല. കുട്ടനാട് താലൂക്ക് ഓഫീസിൽ കൺട്രോൾ റൂം തുറന്നു. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെ വിശുദ്ധനായി നാമകരണം ചെയ്യുന്നതിനോടനുബന്ധിച്ച് കൈനഗരിയിൽ 22, 23 തീയതികളിൽ നടക്കുന്ന ജലഘോഷയാത്ര മറ്റ് ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് താലൂക്ക് ഓഫീസിൽ കൺട്രോൾ റൂം തുറന്നിരിക്കുന്നത്. ഇടവേള. KCB വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നേവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BAS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. കയർ ബോർഡിലെ വിവിധ തസ്തികകളിലേക്ക് നടത്തിയ ഇന്റർവ്യൂ BJP യുവമോർച്ച പ്രവർത്തകർ തടഞ്ഞു. പിൻവാതിൽ നിയമനം നടത്താൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നു എന്നാരോപിച്ചാണ് കലവൂരിലെ ബോർഡ് ആസ്ഥാനത്ത് നടന്ന ഇന്റർവ്യൂ BJP യുവമോർച്ച പ്രവർത്തകർ തടസ്സപ്പെടുത്തിയത്. ആളില്ലാത്തൊരു നേരത്ത് കാശ് വാങ്ങിയാളെ ശ്രീധനമോ ബോർഡ് നിന്റെ ശ്രീധനമോ ഇല്ല ഇല്ല നടക്കില്ല. അറിയതറിഞ്ഞില്ലേ ഭരണം മാറിയതറിഞ്ഞില്ലേ. കയർ ബോർഡിലെ പുതിയ ഭരണസമിതി ചുമതലയെടുക്കാത്ത സാഹചര്യത്തിൽ ബോർഡ് ഉദ്യോഗസ്ഥർ പിൻവാതിൽ നിയമനത്തിന് കൂട്ടുനിൽക്കുകയാണെന്ന് സമരക്കാർ ആരോപിച്ചു. BJP ആലപ്പുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് R ഉണ്ണികൃഷ്ണൻ, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് S സാജൻ, G മോഹനൻ, അഡ്വക്കേറ്റ് വിജേഷ്, ജയരാജ് എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ പ്രവർത്തകരാണ് ഇന്റർവ്യൂ തടസ്സപ്പെടുത്തിയത്. ഇവിടെ
കയർ ബോർഡിൽ കഴിഞ്ഞ UPA ഗവൺമെൻറ്റിൻ്റെ അധികാരം കഴിഞ്ഞു, BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷവും നിലവിൽ കയർ ബോർഡ് നിലവിൽ വന്നിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് കയർ ബോർഡിൻ്റെ ഇവിടുത്തെ ഉന്നത അധികാരികൾ അനധികൃതമായിട്ട് വീവിംഗ് അസിസ്റ്റന്റ്, വീവിംഗ് മാസ്റ്റർ തുടങ്ങി നിരവധി പോസ്റ്റുകളിലേക്ക് ഇവിടെ അനധികൃത നിയമനം നടത്തുന്ന ഇന്റർവ്യൂ ആണ് ഇവിടെ നടത്താൻ തീരുമാനിച്ചത്. ഇത് അറിഞ്ഞതിന്റെ പേരിലാണ് BJP യുവമോർച്ചയുടെ ആളുകൾ ഇവിടെ സംഘടിച്ചിട്ട് ഈ ഇന്റർവ്യൂ നടത്താൻ പാടില്ല, ഇത് നിയമപരമായിട്ട് ബോർഡ് അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമേ ഇത് നടത്താൻ പാടുള്ളൂ എന്നാണ് BJP ആവശ്യപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും ഇന്നും ആ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലഘട്ടത്തെ ആ ഹാങ് ഓവർ ഇന്നും അവർക്ക് മാറിയിട്ടില്ല. ഇന്നും അത് കോൺഗ്രസ് ആണ് നയിക്കുന്ന രീതിയിലാണ് അവരുടെ മുന്നോട്ടുള്ള പോക്ക്. ഇവിടെ ഇപ്പോഴും അനധികൃതമായ നിയമനം നടത്തുന്നതിൽ കോൺഗ്രസിന്റെ ഇടപെടലുണ്ട് എന്ന് BJP സംശയിക്കുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പും ആഭ്യന്തര എക്സൈസ് വകുപ്പുകളും ചേർന്ന് നടപ്പാക്കുന്ന ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതിയുടെ ഭാഗമായി ആലപ്പുഴ വിദ്യാഭ്യാസ ജില്ലയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ യോഗവും ജാഗ്രതാ സമിതി രൂപീകരണവും നടന്നു. ആലപ്പുഴ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U പ്രതിഭാകരി ഉദ്ഘാടനം ചെയ്തു. ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതിയുടെ ഭാഗമായി നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഇവിടെ ആലപ്പുഴ വിദ്യാഭ്യാസ ഉപജില്ലയുടെ പരിപാടിയിലാണ് ഇന്ന് നമ്മൾ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം കുട്ടനാട്ടിൽ വളരെ വിപുലമായി തന്നെ ഈ പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. ഇനി വരുന്ന മറ്റു വിദ്യാഭ്യാസ ഉപജില്ലകളിൽ വരുന്ന ദിവസങ്ങളിൽ ഈ പരിപാടി നടക്കും. നഗരസഭാ കൌൺസിലർ MF ഹൽത്താഫ് അധ്യക്ഷത വഹിച്ചു. KR പ്രഭാകരൻ നായർ പദ്ധതി വിശദീകരിച്ചു. ആലപ്പുഴ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KR രമാദേവി, എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ സുരേഷ് റിച്ചാർഡ്, സുരേഷ് കുമാർ, SB വേണുകുമാർ എന്നിവർ സംസാരിച്ചു. ചാവറ ഫുഡ് ഫെസ്റ്റിവൽ നവംബർ 27-ന് ഫാദർ തോമസ് പോരൂക്കര സെൻട്രൽ സ്കൂളിൽ നടക്കും. കുട്ടികളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഫുഡ് ഫെസ്റ്റിവലിൽ രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കുവാനും വാങ്ങുവാനും അവസരമുണ്ടാകുമെന്നും ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ദേശീയപാത വികസനത്തിനെതിരെ ഹൈവേ ആക്ഷൻ ഫോറം വീണ്ടും സമരത്തിലേക്ക്. ചേർത്തല മുതൽ ഓച്ചിറ വരെയുള്ള ദേശീയപാത വികസനത്തിനെതിരെയാണ് ഹൈവേ ആക്ഷൻ ഫോറം സമരം ആരംഭിച്ചിരിക്കുന്നത്. നിലവിലെ 30 മീറ്റർ വീതിയിൽ 6 വരി പാത നിർമ്മിക്കണം എന്നാവശ്യപ്പെട്ടാണ് ഹൈവേ ആക്ഷൻ ഫോറം ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. EM സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. AAYF സംസ്ഥാന പ്രസിഡന്റ് കൃഷ്ണപ്രസാദ് ധർണ ഉദ്ഘാടനം ചെയ്തു. ഹൈവേ ആക്ഷൻ ഫോറം നടത്തിയ സമരങ്ങളുടെ കൂടി ഭാഗമായിട്ടാണ് കേരളത്തിൽ ഉയർന്നു വന്ന പൊതുവികാരത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ സർവകക്ഷി യോഗം ചേർന്നത്. നിലവിൽ ഏറ്റെടുത്ത ഭൂമിയിലൂടെ തന്നെ ഈ നിരത്തിന്റെ പുനർനിർമ്മാണം പൂർത്തീകരിക്കണമെന്ന നിലപാട് സ്വീകരിച്ചതേ എങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ ഒരു പരിധിവരെയെങ്കിലും ഇനി സമരത്തിന്റെ അനിവാര്യതയില്ലല്ലോ, സമരം വിജയിച്ചല്ലോ എന്ന് ധരിച്ചു വശായിരുന്നു എങ്കിൽ ഇപ്പോഴിതാ വീണ്ടും പണ്ടേ പടി ചെണ്ടയും കൊട്ടി എന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന തരത്തിൽ വീണ്ടും ഇതാ 30.5 മീറ്റർ എന്നതൊന്ന് മാറി 45 മീറ്ററിലല്ലാതെ റോഡ് നിർമ്മിക്കുക സാധ്യമല്ല എന്ന നിലപാടിലേക്ക് ഭരണാധികാരികൾ മാറിത്തീരുകയാണ്. 45 മീറ്റർ BOT അടിസ്ഥാനത്തിൽ 4 വരി പാത നിർമ്മിക്കാനുള്ള സർക്കാർ തീരുമാനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും കൃഷ്ണപ്രസാദ് പറഞ്ഞു. ഹൈവേ ആക്ഷൻ ഫോറം രക്ഷാധികാരി CC വർഗീസ് അധ്യക്ഷത വഹിച്ചു. N അപ്പുകൂട്ടൻ, R പാർത്ഥസാരഥി വർമ്മ, നിഖിൽ ഇക്ബാൽ, ശങ്കരനാരായണ പണിക്കർ, ഡോക്ടർ M വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് ആലപ്പുഴ ജില്ലയിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. എയ്ഡ്സ് ദിനാചരണവുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റിൽ കൂടിയ ജില്ലാതല സംഘാടക സമിതി യോഗത്തിലാണ് തീരുമാനം. എയ്ഡ്സ് ദിനമായ ഡിസംബർ 1-ന് സർക്കാർ ഇതര സംഘടനകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് റാലി സംഘടിപ്പിക്കും. റാലിയിൽ മികച്ച ടാബ്ലോ, സ്കിറ്റ് എന്നിവർക്ക് സമ്മാനം നൽകും. ദിനാചരണത്തോടനുബന്ധിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ 30 മെഴുകുതിരികൾ തെളിയിക്കും. ആലപ്പുഴ ജില്ലയിലെ 10 കേന്ദ്രങ്ങളിൽ 30 സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. ആലപ്പുഴ കായംകുളം റെയിൽവേ സ്റ്റേഷനുകളിൽ എയ്ഡ്സ് ദിന ബോധവൽക്കരണ ക്ലാസുകളും നടത്തും. കൈനഗിരി കണ്ണാട്ടുകളരി ദേവീക്ഷേത്രത്തിലെ മുഖ്യ വഴിപാടായ കോഴി പറപ്പിക്കൽ ഡിസംബർ 4 വരെ നിർത്തിവെച്ചു. ക്ഷേത്രത്തിലെ മുഖ്യ കർമ്മിക്ക് അസൌകര്യം ഉള്ളതിനാലാണ് വഴിപാട് താൽക്കാലികമായി നിർത്തിവെച്ചതെന്ന് ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രോഗം പിടിപെട്ടാൽ മരുന്നു വേണം, എന്നാൽ ഇനി മരുന്നു വേണമെങ്കിൽ വീടിന്റെ ആധാരം പണയം വെക്കേണ്ടി വരും. പ്രക്ഷോഭവുമായി ശാസ്ത്ര സാഹിത്യ പരിഷത്ത്.
നാടിന്റെ ചുണക്കുട്ടികൾക്ക് ആദരം. കേരളത്തിനു വേണ്ടി ഡ്രാഗൺ ബോട്ട് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയവർക്ക് നാട് സ്വീകരണം നൽകി. കല്ലിലും മരത്തിലും ജീവന്റെ തുടിപ്പു തീർക്കുന്ന രാജശില്പിക്ക് ഇത് കാലം നൽകിയ സ്വപ്ന സാക്ഷാത്കാരം. ചാവറയച്ചന്റെ പൂർണ്ണകായ പ്രതിമ നാളെ ലോകത്തിന് സമർപ്പിക്കും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.